ക്യാഷ് അക്കൗണ്ട് റിയൽ, ക്യാപിറ്റൽ അക്കൗണ്ട് പേഴ്സണൽ. ആസ് പെർ ദ റൂൾ ഓഫ് റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വന്നതിനെയൊക്കെ ഡെബിറ്റ് ചെയ്യുക, പോയതിനെയൊക്കെ ക്രെഡിറ്റ് ചെയ്യുക, സ്വത്തുക്കളുടെ റിയൽ അക്കൗണ്ടിൻ്റെ നിയമം. ഇവിടെ ഇപ്പോൾ ക്യാഷ് ബിസിനസ്സിൻ്റെ പെട്ടിയിലേക്ക് വന്നുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഒരെണ്ണം ഡെബിറ്റ് ആണെങ്കിൽ അടുത്തത് ക്രെഡിറ്റ് ആയിരിക്കും. ഡെബിറ്റും ക്രെഡിറ്റ് വരുള്ളൂ. എവരി ഡെബിറ്റ് ദെയർ മസ്റ്റ് ബി ആൻ ഈക്വൽ ക്രെഡിറ്റ്, അതാണ് നിയമം. ഇനി 2, ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് 2 ആസ്പെക്റ്റ്, ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ബാങ്ക് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. പണം പെട്ടിയിൽ നിന്ന് എടുത്ത് ബാങ്കിൽ കൊണ്ടിട്ടു. അപ്പോൾ പെട്ടിയുടെ പണം പോയി, പെട്ടിയിൽ നിന്ന് പണം കുറഞ്ഞു. അപ്പോൾ പോയത് ക്യാഷ് ആയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇത് റിയൽ, ഇത് പേഴ്സണൽ, ഇത് ക്രെഡിറ്റ്, ഇത് ഡെബിറ്റ്. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. റെഡി ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ മേടിച്ചു. പെട്ടിയിൽ നിന്ന് പണം പോയി, സ്റ്റോക്ക് ഗുഡ്സ് കിട്ടി. വാങ്ങിയ ഗുഡ്സിനെയൊക്കെ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതും. അപ്പോൾ 2 ആസ്പെക്ട്, പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. പർച്ചേസ് നോമിനൽ, ചിലവ്. പർച്ചേസ് ചിലവായതുകൊണ്ട് നോമിനൽ അക്കൗണ്ട്, ക്യാഷ് റിയൽ. ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ്. പർച്ചേസ് ചിലവായതുകൊണ്ട് പർച്ചേസ് ഡെബിറ്റ്. പർച്ചേസ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഇനി ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. റെഡി ക്യാഷിൻ്റെ സാധനങ്ങൾ വിറ്റു. 2 ആസ്പെക്റ്റ്, വിറ്റതൊക്കെ സെയിൽസും ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷിനെ എഴുതി. ക്യാഷ് റിയൽ, സെയിൽസ് നോമിനൽ. ക്യാഷ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന നിയമം അനുസരിച്ച് ക്യാഷ് ഇവിടെ വന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻകം, വരവാണ്, അതുകൊണ്ട് വരവിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ 2 ആസ്പെക്ട്, ക്യാഷ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ടും, ക്യാഷ് റിയൽ, സെയിൽസ് നോമിനൽ, ക്യാഷ് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്. ഇങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുക. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം സോമൻ. സോമൻ ചെയ്യുന്ന കടമായിട്ട് മേടിച്ചു. ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇവിടെ 2 ആസ്പെക്റ്റ്. ഒന്ന്, സോമൻ